യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരായ വെളിപ്പെടുത്തലിൽ പോരാട്ടം തുടരുമെന്ന് യുവനടി റിനി ആൻഡ് ജോർജ്. താൻ ഉന്നയിച്ച പ്രശ്നങ്ങൾ ഒരിക്കലും മാഞ്ഞു പോകുന്നില്ലെന്നും റിനിയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ്. വിവരങ്ങളുമായി ഇപ്പോൾ തിയോഫിൻ ചേരുന്നു. തിയോഫിൻ, ഹൂ കെയേഴ്സ് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സംഭവഗതികളെയൊക്കെ ഒളിച്ചു വെക്കാൻ ശ്രമിച്ച സംഭവഗതികളെയൊക്കെ പുറത്തേക്ക് എത്തിക്കാൻ നിദാനമായതാണ് റിനി ആൻഡ് ജോർജിൻ്റെ വാക്കുകൾ. ഇപ്പോഴിതാ ഫേസ്ബുക്ക് പോസ്റ്റ്, മീൻസ് ഇൻസ്റ്റഗ്രാം പോസ്റ്റ്, എന്തൊക്കെയാണ് അതിൽ പറയുന്നത്? അജിംഷാദ്, തീർച്ചയായും അതായത് ഈ പ്രശ്നം പുറത്തേക്ക് എത്തിക്കാൻ കാരണമായത്, അതായത് ആദ്യ വെളിപ്പെടുത്തൽ നടത്തിയത് റിനി ആൻഡ് ജോർജാണ്. റിനി ഇപ്പോൾ തൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് പോരാട്ടം താൻ നിർത്തില്ല, പോരാട്ടം തുടരുക തന്നെ ചെയ്യും എന്നാണ്. ഒരു കാര്യം കൂടി അതോടൊപ്പം സൂചിപ്പിക്കുന്നുണ്ട്. കാരണം നേരത്തെ നിയമ നടപടിക്ക് പോകുന്നില്ല എന്ന് റിനി വ്യക്തമാക്കിയതാണ്. നിയമ നടപടിക്ക് പോകുന്നില്ല എന്നതിനർത്ഥം എല്ലാം പൂട്ടിക്കെട്ടി എന്നല്ല, പോരാട്ടം തുടരുക തന്നെ ചെയ്യുമെന്നും റിനി വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം തനിക്കെതിരെ വ്യാപകമായ രീതിയിൽ തന്നെ സൈബർ ആക്രമണം നടക്കുന്നുണ്ട് എന്ന കാര്യവും നടി അംഗീകരിക്കുന്നുണ്ട്. അവർ പറയുന്നത് ഈ ആക്രമണം പെയ്ഡ് ആക്രമണമാണ്. ഇത്തരത്തിലുള്ള പെയ്ഡ് ആക്രമണം വരുന്നത് ഒരു കാര്യം, ഇത് താൻ ബഹുമതിയായി തന്നെ കാണുന്നു, ഈ സൈബർ ആക്രമണത്തെ ബഹുമതിയായി കാണുന്നു. എന്നാൽ ഇങ്ങനെ ഒരു സൈബർ ആക്രമണം നടക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം താൻ വെളിപ്പെടുത്തിയത് അത് കൊള്ളേണ്ടിടത്ത് കൊണ്ടിട്ടുണ്ട്, അവർക്കത് പൊള്ളുന്നുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു പെയ്ഡ് ആക്രമണം നടക്കുന്നത് എന്ന് പറയുന്നു. എന്തായാലും പോരാട്ടം നിർത്താൻ ഉദ്ദേശമില്ല. നിയമത്തിൻ്റെ നടപടികൾ അല്ലെങ്കിൽ നിയമപരമായ നടപടികൾ, അതിൻ്റെ തെളിവ്, സാഹചര്യം മറ്റെല്ലാമാണ് നോക്കുക. പക്ഷേ ആ രീതിയിൽ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഏതൊരു മേഖലയിലും മുന്നോട്ട് വരുന്ന സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അത് സമൂഹത്തിന് മുന്നിലേക്ക് വെളിപ്പെടുത്തുകയാണ്. അതായിരുന്നു തൻ്റെ ലക്ഷ്യം. തിയോഫിൻ, അതുപോലെ തന്നെ ഈ മൊഴി നൽകിയതുമായി ബന്ധപ്പെട്ടോ അത്തരം സൂചനകൾ ഏതെങ്കിലും ഈ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലുണ്ടോ? റിനി അജിംഷാദ്, ഇതുമായി ബന്ധപ്പെട്ട് റിനി തൻ്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ മറ്റൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല. മൊഴിയുമായി ബന്ധപ്പെട്ട ഒന്നും. തൻ്റെ പോരാട്ടം തുടരും എന്ന് വ്യക്തമാക്കുക മാത്രമാണ് റിനി അതിലൂടെ ചെയ്തിരിക്കുന്നത്. അതേസമയം തന്നെ നേരിട്ട് മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ റിനി തയ്യാറായിട്ടുമില്ല. ശരി, തിയോഫിനാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്.